നിർമ്മലാ സീതാരാമന്റെ 8ാമത് ബജറ്റ് പ്രഖ്യാപനത്തിൽ ബീഹാറിന് വാരിക്കോരി നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബീഹാറിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ എന്നുള്ള വലിയ വിമർശനം ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ബീഹാർ കിട്ടിയെന്ന് നോക്കാം. ബീഹാറിൽ മഖാന ബോർഡ് രൂപീകരിക്കുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് താമരവിത്ത് അല്ലേ താമരവിത്ത് എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അത് സസ്യാഹാരികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് തോന്നുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ അത് മഖാന ബോർഡ്. രണ്ടാമത്തെ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കും എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളാണ് ബീഹാറിനുണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല IIT പട്ന വികസനവും ബന്ധപ്പെട്ടും പ്രഖ്യാപനമുണ്ട്. ബീഹാറിനൊരു എയർപോർട്ടുണ്ട്. ബീഹാറിന് ഗ്രീൻഫീൽഡ് എയർപോർട്ട്, പട്ന വിമാനത്താവളം നവീകരിക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. അതുപോലെ മിഥിലാഞ്ചൽ കനാൽ പദ്ധതി ഉണ്ട് കേട്ടോ. അത് വലിയ പ്രോജക്റ്റാണ്. മിഥിലാഞ്ചൽ കനാൽ പദ്ധതി വഴി കർഷകർക്ക് വലിയ ഗുണം കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 5-6 പ്രോജക്റ്റുകൾ ബീഹാറിന് മാത്രമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് ആവർത്തിച്ച് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീഹാർ മാത്രമാണ്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തോട് മുഖം തിരിച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. വയനാടിനൊരു പാക്കേജാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ആ പാക്കേജില്ല. 2000 കോടിയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. വയനാട് പാക്കേജില്ല. ഇത്തവണയും എയിംസ് ഇല്ല. വിഴിഞ്ഞത്തിന് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒന്നുമില്ല. 24,000 കോടിയുടെ സാമ്പത്തിക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. കൃത്യമായും 14 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ 14 ആവശ്യങ്ങളും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കടമെടുപ്പ് പരിധി ഉയർത്തിയിട്ടില്ല. അതൊരു വലിയ വിഷയം തന്നെയായിട്ട് കേരളം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. കടമെടുപ്പ് പരിധി ഉയർത്തിയില്ല. തീരമേഖലയ്ക്കും ചോദിച്ച സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി എതിര് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അനുഭവം കേരളത്തിന് നടാടെയല്ല. പല തവണയായി ബജറ്റിൽ നിരാശയുടെ പ്രതികരണങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ള MP-മാർ പറയാറുള്ളത്. അപ്പോൾ കേരളത്തിന് ഒന്നും ഇല്ല. IITയുടെ കാര്യത്തിൽ പാലക്കാടിന് കൂടി സഹായമുണ്ട് എന്ന ഒരു വരി മാത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ട് ഇതിനകം ബജറ്റിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം.